ആൻഡ് ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടംപോലെ നല്ല നല്ല എമിനന്റ് സ്പീക്കേഴ്സും ഉണ്ട് ഇവിടെ. ആദ്യം തന്നെ ഞാൻ മിസ്റ്റർ അനിൽകുമാറിനെ ക്ഷണിക്കുന്നു. Let's start the session for today. പ്രിയമുള്ള എല്ലാ സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും എൻ്റെ വിനീതമായ പ്രഭാത വന്ദനം. സുന്ദരികളും സുന്ദരന്മാരും എന്നത് ഉറൂബിൻ്റെ വിശ്വവിഖ്യാതമായ നോവലിൻ്റെ പേരാണ്. ആ നോവലിൻ്റെ ഉള്ളടക്കം ശാരീരിക സൗന്ദര്യമല്ല യഥാർത്ഥ സൗന്ദര്യം, നമ്മുടെ വാക്കുകളുടെയും കർമ്മങ്ങളുടെയും സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് വിളംബരം ചെയ്യുന്ന നോവലിൻ്റെ പേരാണ് സുന്ദരികളും സുന്ദരന്മാരും. ആ അർത്ഥത്തിൽ നല്ല വാക്കുകൾ കൊണ്ടും നല്ല കർമ്മങ്ങൾ കൊണ്ടും ഒരു സുന്ദരമായ കേരളത്തെ സൃഷ്ടിക്കാൻ ആവേശഭരിതരായി വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി വന്ദനം. ഞാനിപ്പോൾ അധ്യക്ഷനോട് ചോദിച്ചത് എൻ്റെ ഈ ക്ലാസ് നിർത്തേണ്ട സമയം എത്രയാണ് എന്നാണ്. അദ്ദേഹം പറഞ്ഞത് 12 മണി എന്നാണ്. 12 മണിക്ക് എനിക്ക് പറയാനുള്ളത് പൂർത്തിയായാലും ഇല്ലെങ്കിലും ഞാൻ നിർത്തും. കാരണം ചത്താലും ചത്തില്ലെങ്കിലും ശവമടക്ക് ശനിയാഴ്ച എന്ന് പറയാറുണ്ട്. അതുപോലെ 12 മണിക്ക് ഈ വിഷയം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമയം കൊണ്ട് ഈ വിഷയം മുഴുവൻ പറയുക അസാധ്യമാണ്. നമ്മളൊരു കടയിൽ ചെന്നാൽ ഷോറൂമാണ് കാണിക്കുക. എന്നിട്ട് പറയും വിശദാംശങ്ങൾക്ക് ഫാക്ടറിയിൽ വരാൻ പറയും, ഇല്ലേ? അപ്പോൾ നമ്മൾ ഷോറൂം കാണിക്കും, വിശദാംശങ്ങൾ നമുക്ക് ഫാക്ടറിയിൽ കാണും. രാവിലെ തുടങ്ങേണ്ട വിഷയം അല്ല ഇപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. തുടങ്ങേണ്ട വിഷയം കൈകാര്യം ചെയ്യാനുള്ള അഡ്വക്കേറ്റ് അദ്ദേഹം കോടതിയിലാണ്. അദ്ദേഹം പ്രതിയായതുകൊണ്ടല്ല കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പ്രതിയാകണമെന്നൊന്നുമില്ല. ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒക്കെ അഭിപ്രായം പറഞ്ഞു പോയാൽ അത് മതി വ്യാഖ്യാനിച്ച് രാജ്യദ്രോഹിയാക്കാൻ. അപ്പോൾ അദ്ദേഹം ഉച്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സെഷൻ എടുക്കും. എൻ്റെ വിഷയമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കമ്മിറ്റി പ്രവർത്തനങ്ങളും ഗ്രാമസഭകളും, അതാണ് നമ്മുടെ നോട്ടീസിലില്ലേ 2 മണിക്കുള്ള വിഷയമാണ് ഇത്. അപ്പോൾ ഏതായാലും ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് ത്രിതല പഞ്ചായത്തുകൾ, ഈ പരിശീലനം സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയുടെ പേരെന്താണ്? ട്രയാങ്കിൾ. എനിക്ക് സത്യത്തിൽ ആദ്യം പറയേണ്ടത് അതിമനോഹരമാണ് ആ പേര്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 എത്രയാണ് ട്രയാങ്കിൾ? 3. ആ 3 ത്രിതല പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്തുകളെക്കുറിച്ച് പരിശീലനം സംഘടിപ്പിക്കേണ്ട കൂട്ടായ്മയുടെ പേരാണ് ട്രയാങ്കിൾ. ട്രയാങ്കിളിൽ 1ാമത്തെ മൂല ഗ്രാമപഞ്ചായത്ത്, 2ാമത്തെ മൂല ബ്ലോക്ക് പഞ്ചായത്ത്, 3ാമത്തെ മൂല ജില്ലാ പഞ്ചായത്ത്. സത്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. എന്താ കാര്യം? എല്ലാ ജില്ലയും എല്ലാ ബ്ലോക്കും ഗ്രാമപഞ്ചായത്തിൽ വരുന്നതാണ്. അതിന് പുറത്തല്ലല്ലോ, അല്ലേ? നമ്മൾ പക്ഷേ
പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ഇപ്പം ത്രിതലത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ല ജയിച്ച് അധികാരത്തിൽ വന്നു. എന്താണ് അധികാരത്തിൽ വരുന്നത്? ഭരണ സമിതി. ഉണ്ട് കേട്ടോ, ഉണ്ട് മുമ്പിൽ, രണസമിതി അല്ല. അധികാരത്തിലേറ്റാൽ അന്ന് മുതൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങാൻ പാടില്ല. രണസമിതിയല്ല, മുമ്പിലൊരു ഉണ്ട്. നമ്മളൊക്കെ പറയുന്നൊരു മണ്ടത്തരം. ആരാണ് ഭരണസമിതി? ആരാണ് ഭരണകക്ഷി? ആരാണ് പ്രതിപക്ഷ കക്ഷി? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മേലാൽ ഇന്ന് വരെ പറഞ്ഞത് പറഞ്ഞു, ഇനി മേലാൽ പ്രതിപക്ഷം എന്നൊരു വാക്ക് ഇന്ന് വന്ന ഒരാളും മിണ്ടിപ്പോകരുത്. അത് പഠിച്ചാൽ തന്നെ നമ്മുടെ പരിശീലനം വിജയിച്ചു. ശാരദയടുത്ത് ചോദിക്കുന്നു, പ്രഭാകര, എൻ്റെ വിധവാ പെൻഷൻ ഇതുവരെ കിട്ടിയില്ലല്ലോ. അപ്പോൾ പ്രഭാകരൻ പറയുന്നു, ശാരദയടുത്തേക്ക് അറിയില്ല, ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ. പരമസുഖയ്യാക്ക് 5 കൊല്ലം സുഖമായിട്ട് ഓണറേറിയം മേടിക്കാം, സിറ്റിംഗ് ഫീയും മേടിക്കാം, പിന്നൊരു സംഗതിയും കൂടിയുണ്ട്, അതും ഒക്കെ മേടിക്കാം. ഞാൻ പൂരിപ്പിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ വേണ്ട, 5 കൊല്ലം തകർത്ത് നടക്കാം. എന്താണ് ഇയാൾ എവിടെയാണ്? അപ്പൊ ശാരദയടുത്ത് ചോദിക്കുന്നു, എടാ പ്രഭാകര, നീ ഏത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്? ക്ഷേമകാര്യം. ആഹാ, എന്നിട്ടാണോ? എടാ നീയല്ലേടാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായ നീയല്ലേ എനിക്ക് പെൻഷൻ പാസ്സാക്കേണ്ട അന്തിമ അധികാരി? ആ ചോദ്യം ശാരദയടുത്തിയുടെ ചുണ്ടിൽ വെച്ച് കൊടുക്കലാണ് നമ്മുടെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ മണ്ടത്തരം മേലാ പറയരുത്. ഇന്ത്യൻ പാർലമെന്റിൽ ഭരണപക്ഷവുമുണ്ട്, പ്രതിപക്ഷമുണ്ട്, നേതാവിന് കൊടിവെച്ച കാറുണ്ട്, എല്ലാം ഉണ്ട്. സംസ്ഥാന നിയമസഭയിൽ ഭരണപക്ഷമുണ്ട്, പ്രതിപക്ഷമുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, കൊടിവെച്ച കാറുണ്ട്, എല്ലാം ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തു മാത്രമേ ഉള്ളൂ? ഭരണപക്ഷമൊന്നും പറയണ്ട, ഭരണസമിതി. അവിടെ ജയിച്ചു വന്ന എല്ലാവരും ചേർന്നാണ് ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിർബന്ധമായി അംഗമായിരിക്കണം, അല്ലേ? അപ്പോൾ ഭരണസമിതി വന്നു. എന്ത് വാക്കിനി പറയരുത്? 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തില്ല? അപ്പൊ ഇഷ്ടം പോലെ മണ്ടന്മാരും വണ്ടികളും ഇത് പറയുന്നില്ലേ? അവരെ പറഞ്ഞ് തിരുത്താനാണ് നമ്മുടെ പരിശീലനം. കേരള പഞ്ചായത്ത് രാജ് ആക്ടിന്റെ 285 വകുപ്പുകളിൽ എവിടെയാണ് പ്രതിപക്ഷം എന്ന വാക്കുള്ളത്? എവിടെയാണ് കുടുംബശ്രീ എന്ന വാക്കുള്ളത്? ഉണ്ടോ? എനിക്ക് പറയാൻ പറ്റില്ല എന്ന്. ഞാൻ പുസ്തകം പഠിച്ച ആളാണ്. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത്? പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പഞ്ചായത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിങ്ങളുടെ കയ്യിൽ വേണം. അത് കാശ് കൊടുത്ത് മേടിച്ച് പഠിക്കുക തന്നെ വേണം. ഒരു ഉടായിപ്പും നടക്കില്ല. അത് മേടിച്ച് പഠിച്ച് ജനപ്രതിയോടും ജീവനക്കാരോടും സംശയം പറയാൻ പറ്റണം. 285 വകുപ്പുണ്ട്. നഗരസഭയിലുള്ളവരാണെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് എത്ര വകുപ്പ്? 575. ലോകത്തിൽ ഇത്ര വലിയൊരു നിയമം വേറെയില്ല. ഇന്ത്യൻ ഭരണഘടന പോലും എത്ര ആർട്ടിക്കിളേ ഉള്ളൂ? ഈ നമ്മുടെ വീട്ടിൽ ഒരു പുസ്തകമേ ആ വീട്ടിൽ ആകെ ഉള്ളൂ എങ്കിൽ ഉണ്ടായിരിക്കേണ്ട ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്?
അങ്ങനെ ഒറ്റ പുസ്തകമേ നിങ്ങളുടെ വീട്ടിലുള്ളെങ്കിൽ ആ പുസ്തകത്തിന്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന. സാറേ പേരെന്താണ് സാറേ പേര്? അശോക് ബാബു സാറിന്റെ വീട്ടിൽ ഞാൻ ചെന്നാൽ അശോക് ബാബു സാറിന്റെ വീട്ടിൽ ഫ്രണ്ടിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ബോർഡ് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നല്ല, ഇന്ത്യൻ ഭരണഘടന ഈ വീടിന്റെ ഐശ്വര്യം. നമ്മളിപ്പോൾ ഉള്ള ആളുകളിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ബോർഡുണ്ടോ? എന്നാൽ എല്ലാ മതത്തിൻ്റെയും ബോർഡുണ്ട്, ദൈവമുണ്ട്, പടമുണ്ട്, മുല്ലപ്പൂമാല, സകല മതനിരപേക്ഷ രാജ്യത്ത്. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ യോഗം ആരംഭിക്കുന്ന സമയത്ത് കമാൽ പാഷ സാറ് പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഒരു വനിതയുടെ, ഒരു സുന്ദരിയായ വനിതയുടെ ശബ്ദത്തോടെ ചടങ്ങ് ആരംഭിച്ചു. നല്ല കാര്യമാണ്. നമ്മുടെ ഈ ഇത് റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയുടെ പുറകിൽ പുരുഷനല്ല നിൽക്കുന്നത്, ഒരു വനിതയാണ്. നല്ല കാര്യമാണ്. നമ്മൾ യോഗം തുടങ്ങാൻ നേരത്ത് ഒരു പ്രാർത്ഥനയുടെ ഇണമുണ്ടായി. ശ്രദ്ധിച്ചോ നിങ്ങളത്? ആ കേട്ടോ? ഏതായിരുന്നു ആ പാട്ടെന്ന് അറിയാമോ? സാരേ ജഹാൻ സേ അച്ഛാ. ഇത് ആരാണ് എഴുതിയെന്നുള്ളത് ഡൽഹിയിലിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. ഇത് എഴുതിയ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ മിക്കവാറും ഈ പാട്ടിന്റെ പരിപാടി തീരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മൃഗീയ ഭൂരിപക്ഷമുള്ള മതത്തിന്റെ ആളാണോ ഈ പാട്ട് എഴുതിയത്? അല്ലല്ലോ. അത് കേട്ട് നമ്മളെല്ലാം നാനാജാതി മതസ്ഥരായ നമ്മൾ എഴുന്നേറ്റ് നിന്ന് എത്ര ഭവ്യമായിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നത്. അത് ഇന്നയാൾ എഴുതിയതല്ലേ എന്നാലോചിച്ചില്ലല്ലോ. അതുകൊണ്ട് ഈ യോഗം നേരത്തെ പറഞ്ഞ പോലെ പുരുഷാധിപത്യത്തിനെതിരെ വനിതയുടെ ശബ്ദത്തിൽ നിന്ന് ആരംഭിച്ചു എന്നതും മതനിരപേക്ഷതയുടെ ബഹുസ്വരതയുടെ സൗന്ദര്യത്താൽ ആരംഭിച്ചു എന്ന് പറയുന്നതും ഈ യോഗത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദമാണ്. അതറിയാതെ സംഭവിച്ചതാണെങ്കിലും ഇതൊക്കെ വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് ഇതൊക്കെ സംഭവിക്കും. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ ഇന്ത്യയിൽ സർ 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 എന്ന് പറഞ്ഞ സാധനം വരാൻ പോവുക. എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം അല്ലേ? എന്തെല്ലാം രേഖ ചോദിക്കുമെന്ന് അറിയാം. പോട്ടെ. അപ്പൊ പിന്നെ ഭരണസമിതി വന്നു. മറന്നു പോകേണ്ട വാക്കേതാണ്? മിണ്ടരുത്, മിണ്ടരുത് എല്ലാവരും. ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എണ്ണം എത്ര? ഗ്രാമപഞ്ചായത്തിൽ 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ബ്ലോക്ക് പഞ്ചായത്തിൽ 5. കണ്ട, ഞാൻ 5 പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ തല കുലുക്കുകയാണ്. ഞാൻ പലതും കാണിക്കും. 5 അല്ല, 4 തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ കണ്ട, മിണ്ടാണ്ടായി. ബ്ലോക്ക് പഞ്ചായത്തിൽ 4, ജില്ലാ പഞ്ചായത്തിൽ എന്തറിയാം. ഞാൻ ഈ ട്രെയിനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഒരു കിണ്ടിയും നമ്മൾ പഠിച്ചിട്ടില്ല. ആവേശം ഭയങ്കരമാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഈ പഴയതുപോലെ ഇപ്പം നമ്മൾ ഇത് പഠിക്കാതെ നിങ്ങളുടെ ഒരു പണിയും നടക്കില്ല. നിങ്ങൾക്കൊരു സെക്രട്ടറിയോട് സംസാരിക്കണമെങ്കിൽ സെക്രട്ടറി നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നന്നാക്കാൻ എത്ര കാലമായി. എടോ, അതിന് വികസനം കൊണ്ട് തീർന്നു പോയി. ആഹാ ശരി. അയാളോട് പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാൻ അറിയാം? നിങ്ങൾക്ക് എന്ത് പറയാൻ അറിയാം? എടോ സെക്രട്ടറി, വികസന ഫണ്ടല്ലേ തീർന്നുള്ളൂ, ഇതിന് വേണ്ടത് മെയിൻ്റനൻസ് ഫണ്ടല്ലേ എന്ന് പറയാനുള്ള ബോധം നിങ്ങൾക്കുമില്ല. മനസ്സിലായോ? അങ്ങനെ ഇനി നിങ്ങൾ പറയണം. അങ്ങനെ ഈ പറയുമ്പോഴാണ് ആ സെക്രട്ടറിക്ക് തോന്നും ഏതോ
ഒരു ദുഷ്ടൻ്റെ ക്ലാസ് കേട്ടിട്ട് വരിക. ഈ മാതിരി അപകടകരമായ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ മഹാനായ ഉദ്യോഗസ്ഥൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ KV അനിൽകുമാർ എന്ന് പറയണം. റൈറ്റ്. ഞാൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് നടത്തുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് അറിയില്ലല്ലോ. കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, KSAD എന്ന് പറയും. KSAD, KSEB, KSFE എന്ന് പറയുന്ന പോലെ KSAD. ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നിങ്ങൾ അറിയാൻ എന്താ പറയുക, നിങ്ങൾ വിവരാവകാശം വെച്ച് ഈ പഞ്ചായത്തിൻ്റെ അഴിമതി ഈ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചോദിച്ചാൽ അതിൽ കിട്ടും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എന്താ കാര്യം? അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് ക്ഷേമവും വികസനവും ഉറപ്പാക്കി കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ടിലൂടെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? അത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥനായി 10-31 കൊല്ലം പേപ്പട്ടിയെ പോലെ കേരളത്തിൽ ഓടി നടന്ന് വിരമിച്ച ഒരു പാവം മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് നേരത്തെ കമാൽ പാഷ പറഞ്ഞ പോലെ ഈ പോസ്റ്റിലേക്ക് ഇന്ന് റിട്ടയർ ചെയ്താൽ എത്ര പോസ്റ്റ് വേറെ കിട്ടുമെന്നറിയാമോ? അല്ലേ? എൻ്റെ പെൻഷൻ എത്രയാണെന്ന് ദയവായി നിങ്ങൾ ചോദിക്കരുത്, ഞാൻ പറയില്ല. ഇപ്പോഴും അത് കിട്ടുമ്പോൾ നിങ്ങളോട് ഞാൻ സത്യം പറയാം, അത് കിട്ടുമ്പോഴുള്ള വേദന വളരെ വലുതാണ്. കാരണം വിശന്നിട്ട് ആരും കിട്ടാത്ത ആളുകൾ, പണിയില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ, പണി ചെയ്തിട്ട് കൂലി കിട്ടാത്ത കോടിക്കണക്കിന് ആളുകൾ ഒരു നാട്ടിൽ ഈ വലിയ തുക പെൻഷൻ കിട്ടുമ്പോൾ ഉള്ള മനോവേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ എവിടെ വിളിച്ചാലും 10-30 കൊല്ലക്കാലത്ത് എനിക്കുണ്ടായ കൊച്ചറിവും അനുഭവ സമ്പത്തും പറഞ്ഞു തരാൻ ഞാൻ നിങ്ങളുടെ പുറകെ എവിടെ വേണമെങ്കിലും വരും എന്ന കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുക. ഒരു ചായ പരമാവധി, അതിനപ്പുറത്തേക്ക് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ആ ചായ തരുമ്പോൾ വേണ്ടാന്ന് ഞാൻ പറയുന്നതൊരു മര്യാദ അല്ല. അപ്പം അങ്ങനെ, അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ 4, ജില്ലാ പഞ്ചായത്തിൽ 5, മുനിസിപ്പാലിറ്റിയിൽ ഇല്ല. ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചാണ് സ്ഥലം. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, തൃക്കാക്കര മുനിസിപ്പാലിറ്റി, കോതമംഗലം മുനിസിപ്പാലിറ്റി എത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട് എന്ന് ഞാൻ മാഡത്തിനോട് ചോദിക്കുന്നില്ല. അവിടെ 6. മുനിസിപ്പൽ കോർപ്പറേഷനിൽ 8. ഞാൻ ഒരു അക്കം പറയാം, ഒരു ഫോൺ നമ്പർ പോലെ. 44,568. കുറിച്ചോ 44,568. എൻ്റെ ഫോൺ നമ്പർ അല്ല കേട്ടോ, അതിൻ്റെ പകുതി അല്ല അത്. 44,568 പഠിച്ചാലുള്ള ഗുണം എന്താണ്? 4 ഗ്രാമപഞ്ചായത്ത്, 4 ബ്ലോക്ക് പഞ്ചായത്ത്, 5 ജില്ലാ പഞ്ചായത്ത്, 6 മുനിസിപ്പാലിറ്റി, 8 കോർപ്പറേഷൻ. അല്ല, മുനിസിപ്പൽ കോർപ്പറേഷൻ തന്നെ വാക്ക് പറയണം. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അനിൽകുമാർ എന്ന് പറയാം, പക്ഷെ നോട്ടീസിൽ പേരെഴുതുമ്പോൾ നിങ്ങൾ KV. അപ്പം നമ്മൾ മാഡത്തിനെ അജി മാഡം എന്ന് വിളിക്കാം, നമുക്ക് തെറ്റില്ല. സംസാരിക്കുമ്പോൾ നമ്മുടെ സ്നേഹം തുളുമ്പുന്നൊരു വാക്കാണ് അജി മാഡം എന്ന് പറയുമ്പോൾ. അതാണ് എനിക്കിപ്പോൾ ഈ ആൾക്കാർ ഈ സാറേ എന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ്. എടാ അല്ലെന്നൊക്കെ വിളിച്ചാണ്ടല്ലോ, ആ വാക്കിലുള്ള വല്ലാത്തൊരു ഇമ്പമുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നിങ്ങനെ ഈ ഷോൾഡറിന് അടിക്കുമ്പോൾ ആ വിരലിൽ കൂടി വല്ലാത്തൊരു സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറും. സാറിനൊക്കെ വിളിച്ച് അകത്തുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വല്ലാത്ത ഒരു മത്സരപിടുത്തം പിന്നെയും വരും. അതാണ്. അപ്പം അതുകൊണ്ട് ഉറപ്പുള്ള 44,068. ഇനി ഭരണസമിതിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമായി ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരും നിർബന്ധമായ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കണം. അതുകൊണ്ട് പ്രതിപക്ഷം ഇല്ല. അതുപോലെ നിങ്ങൾ വേറൊരു വാക്കുണ്ട്, ഈ ആരാധ്യനായ മേല പറയരുത്. ആരാധ്യനായ മേയർ, ശരിയോ തെറ്റോ? സുഹൃത്തുക്കളെ, ആരാധ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്?
ആരാധിക്കപ്പെടേണ്ടവൻ. കമാൽ പാഷ പറഞ്ഞില്ലേ, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം വന്നോ ഇല്ലയോ? വന്നോ ഇല്ലയോ? ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ആരാധിക്കാമോ? അതൊക്കെ രാജാവിന്റെ കാലമൊക്കെ പോയിട്ട് കൊല്ലത്രേ. ആ പരിപാടി എടുത്തിടണം. നേരെ മറിച്ച് മനുഷ്യനെ ആദരിക്കുന്ന കാലം കഴിഞ്ഞോ? അതുകൊണ്ട് ആദരണീയനായ മേയർ, ആദരണീയായ പ്രസിഡന്റ് എന്നേ പറയാവൂ. ട്രയാങ്കിൾ മേലാൽ ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തൊട്ട് പരിശീലനത്തിന് വരുന്നത് എന്നേക്കുമായി നിർത്തിക്കളയും. കേട്ടല്ലോ? ഒരാളെ ആരാധിക്കാൻ പാടില്ല, മനുഷ്യനെ ആരാധിക്കാൻ പാടില്ല. പ്രവാചകനെ പോലും പ്രവാചകനായ മനുഷ്യൻ എന്നാണ് പറയുന്നത്. അല്ലാതെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ അയാളെ താഴ്ത്തുകയാണ്, മനുഷ്യന്റെ മഹിമ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? എന്തിനി പൂക്കൾ വിരിയുന്നു ഉണ്ണിയെ കാണാൻ കൊതിച്ചിട്ട്, എന്തിനി തുമ്പികൾ പാറുന്നു ഉണ്ണിയെ കാട്ടി കൊതിപ്പിക്കാൻ. ഓയമ്പി അങ്ങനെയല്ലേ പറയും, അല്ലേ? എന്തിനി പൂക്കൾ വിരിയുന്നു. ഈ പൂക്കൾ വിരിയുന്നത് ഓയമ്പി പറയുന്നത് കേട്ടോ, ഏറ്റവും സുന്ദരമായ മനുഷ്യക്കുഞ്ഞിന്റെ മുഖം കാണാനാണെന്ന്. തിരിച്ചല്ല. നമ്മൾ ധരിച്ചേക്കണ എന്താണ്? ദൈവത്തിൻ്റെയാണ് പൂവ്, അത് കാണാൻ വേണ്ടി മനുഷ്യക്കുഞ്ഞ്, ആ പൂവിനെ കാണാൻ വേണ്ടിയാണ് മനുഷ്യക്കുഞ്ഞ് പിറക്കുന്നത് എന്നല്ല. ആ പൂവ് പിറക്കുന്നത് പൂവിന് ആരെ കാണണം? മനുഷ്യന്റെ കുഞ്ഞിന്റെ മുഖം കണ്ട് സന്തോഷിക്കാനാണ് പൂവിടരുന്നെന്ന് പറയുന്ന അസാധാരണമായ മനുഷ്യ സ്നേഹത്തിന്റെ എഴുത്താണത്. അങ്ങനെ കാണാൻ നമ്മൾ പഠിക്കണം. ഇനി ഭരണസമിതിയായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളായി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ അതിന് ആനുകൂല്യം, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം എല്ലാം ഇപ്പം തന്നെ പറഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വിളിക്കില്ലല്ലോ. അതാണ് കാരണം. ഈ ഓറഞ്ച് തിന്നുന്നത് എപ്പോഴാണ് നിർത്തേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. ഓറഞ്ച് തീറ്റ എപ്പോഴാണ് നിർത്തേണ്ടത്? ഉത്തരം എന്താണെന്നറിയോ? ഒരല്ലി കൂടി ഇനിയും തിന്നാം എന്ന് തോന്നുന്നിടത്ത് വെച്ച് ഓറഞ്ച് തീറ്റ നിർത്തണം. അതേപോലെ ഈ ദുഷ്ടനെ വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നിടത്ത് വെച്ചാണ് ഞാൻ നിർത്തുക. മനസ്സിലായോ? അപ്പോൾ ചില ആൾക്കാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ എന്നോട് ചോദിച്ചു, സാറേ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് സിറ്റിംഗ് ഫീസ് കൊടുക്കാമോ? ഞാൻ അന്തം വിട്ടുപോയി. കാരണം നമ്മളെന്ന് കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. കമ്മിറ്റി എന്താണ്? സ്റ്റാൻഡിങ്. ഫീസോ? സിറ്റിംഗ്. അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് സിറ്റിംഗ് ഫീസ് കൊടുക്കാമോ എന്നാണ് ചോദ്യം. ഞാൻ അന്തം വിട്ടുപോയി. പെട്ടെന്ന് എൻ്റെ ബോധം പോയി. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, കൊടുക്കാം, പക്ഷെ കുറച്ച് നേരമെങ്കിലും അവിടെ നിന്ന് ഇരിക്കണം. അതാണ് സിറ്റിംഗ് ഫീസ്. നമ്പർ വരുന്ന കണ്ടിട്ടില്ലേ? ഹലോ, ഞാൻ ദേ വരുന്നു. ഒരു കയ്യിൽ മൊബൈലാണ്, മറ്റേ കയ്യിൽ പേനയാണ്. അപ്പം രമേശൻ അറ്റൻഡൻസുമായിട്ട് നിൽക്കുകയാണ്, നാണമില്ലാതെ. അവനൊരു കാര്യമില്ല, ഇയാൾ ഇങ്ങനെ താലമായിട്ട് നിൽക്കുകയാണ്. ഹലോ, മറ്റേ കൈ കൊണ്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് ഹലോ ഞാൻ പറഞ്ഞു. അയാളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറ്റൻഡൻസാണ് ഞാൻ കാണിച്ചത്. മനസ്സിലായോ? എന്നിട്ട് ഞങ്ങൾ ഓഡിറ്റിന് ചെല്ലുമ്പോൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ കല്ല് വെച്ച നുണ ഈ ഉദ്യോഗസ്ഥനെ എഴുതി പിടിപ്പിക്കുകയാണ്. 150 വാർദ്ധക്യ പെൻഷൻ പരിശോധിച്ചു, 250 പിന്നെ വിധവാ പെൻഷൻ പരിശോധിച്ചു, 4 കർഷക തൊഴിലാളി പരിശോധിച്ചു. കണ്ട, ഈ ജാതി ഏർപ്പാടാണ് നടക്കുന്നത്. അവിടെ ഇരിക്കണം. യഥാർത്ഥമായി ഭരണം നടക്കേണ്ടത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള കാര്യം എന്താണ്? എല്ലാ വിഷയവും ഭരണസമിതിയിൽ ചർച്ച ചെയ്യാൻ സമയം കിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കുഴപ്പം എന്താണ്? ഗുണം എന്താണ്? ഇഷ്ടംപോലെ സമയമുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഫയലുണ്ട്, നിയമമുണ്ട്, ചട്ടമുണ്ട്, എല്ലാം ഉണ്ട്. വായിച്ച് പഠിച്ച് തീരുമാനമെടുത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാ തീരുമാനങ്ങളും അടുത്ത ഭരണസമിതി യോഗത്തിൽ വെക്കണം. വെക്കുമ്പോൾ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഭരണസമിതി അംഗീകരിച്ചേ മതിയാവൂ. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? സ്വർണവള വേണ്ടേ?
അവിടെ വെക്കുമ്പോൾ ഭരണസമിതിക്ക് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. കാരണം ഒരു പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം ശരിയാകാം, തെറ്റുമാകാം. ശരിയാണെങ്കിൽ അംഗീകരിക്കണം, തെറ്റാണെങ്കിൽ അംഗീകരിക്കാൻ പാടില്ല. മനസ്സിലായോ? കരിമ്പട്ടികയിൽ പെടുത്തിയ ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങാനുള്ള തീരുമാനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗീകരിച്ച് വയ്ക്കും. ഇപ്പൊ ഭരണസമിതി എന്ത് ചെയ്യണം? തെറ്റിപ്പോയി. നിങ്ങൾ പറഞ്ഞ സ്ഥാപനത്തിന്റെ വില ഏറ്റവും ലോവസ്റ്റ് ഈ സ്ഥാപനമാണ്, പക്ഷെ അത് കരിമ്പട്ടികയിൽ പെടുത്തിയ സ്ഥാപനമാണ്. അതുകൊണ്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഭരണസമിതി അത് നിഷേധിക്കണം. ശരിയാണെങ്കിൽ അംഗീകരിക്കണം. കാര്യം എന്താ അറിയുക, അവിടെ ഭരണസമിതിയിൽ വരുമ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. വേലായുധേട്ടന് വാർദ്ധക്യ പെൻഷൻ അംഗീകരിച്ചു. ആ കമ്മിറ്റി തീരുമാനം ഭരണസമിതിയിൽ വരുമ്പോഴാണ് വേലായുധൻ എന്ന് പറയുന്നത് റിട്ടയർഡ് SI ആണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ വരുമാന പരിധി എത്രയാണ്? എൻ്റെ ദൈവം, ഇതാണ് നമ്മുടെ സ്റ്റഡി ക്ലാസ്. അതിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം, ക്ഷേമകാര്യ പെൻഷനെ കുറിച്ച്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വാർദ്ധക്യം, വിധവ, കർഷക തൊഴിലാളി മുതലായ ഈ പെൻഷന് എന്തെല്ലാം അപേക്ഷകൾ വേണം, യോഗ്യതകൾ എന്തെല്ലാം, റെക്കോർഡ്സ് എങ്ങനെ, പൈസ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയൊരു കൈപ്പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ വയ്ക്കും. അതുപോലെ ഗ്രാമസഭ, വാർഡ് സഭ, കാർഡ് കമ്മിറ്റിയെക്കുറിച്ചും ഒരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മുടെ വീട്ടു നികുതിയില്ലേ, നമ്മുടെ പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റി അടയ്ക്കുന്ന നികുതി, ആ നികുതിയുടെ പേരെന്താണ്? കെട്ടിട നികുതി. കെട്ടിട നികുതിയുടെ ഇംഗ്ലീഷ് എനിക്കിത് മതി. അറിയാം, നിങ്ങൾക്കൊന്നും യാതൊരു ധാരണയില്ലല്ലോ ദൈവം. നിങ്ങൾക്ക് എത്ര ട്രെയിനിങ് തന്നാൽ മതിയാവും? അത് ക്ലാസ്സിൻ്റെ അതാണ് വിഷയം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇതുപോലുള്ള ഒരു ചെറിയ ക്ലാസ്സിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ മണ്ടത്തരമേ പറയാവൂ. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മണ്ടത്തരം മാത്രം പറയണോ? പറയരുത്. അതാണ് നമ്മളുടെ ധാരണ. അപ്പം നിങ്ങൾ പറഞ്ഞ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കെട്ടിട നികുതി എന്നൊരു നികുതി പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇല്ല. അതിൻ്റെ മലയാളം മാഡം പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് കറക്റ്റാണ്. എന്തായിരുന്നു പറഞ്ഞത്? പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞതുകൊണ്ടാകുക. നിങ്ങൾ പറഞ്ഞെന്താണ്? ബിൽഡിംഗ് ടാക്സ്. ബിൽഡിംഗ് ടാക്സ് നമ്മൾ റവന്യൂവിൽ കൊടുക്കുന്ന സാധനം, ലാൻഡ് ടാക്സ് ഒക്കെ. ലോക്കൽ ബോഡിയിൽ എന്തില്ല? ബിൽഡിംഗ് ടാക്സ് ഇല്ല. പകരം ഇപ്പം ഞാനൊരു 10 ലക്ഷം രൂപയുടെ വസ്തു വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. 10 ലക്ഷം രൂപയുടെ വസ്തു വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ഉണ്ടാവും. ആ കെട്ടിടം ഇരിക്കുന്ന വെരി ഗുഡ് സ്ഥലം ഉണ്ടാവും, അല്ലേ? നോട്ട് ഓൺലി സ്ഥലം ബട്ട് ഓൾസോ കെട്ടിടം. അതല്ലേ വസ്തു. നമ്മൾ ടാക്സ് അടയ്ക്കുമ്പോൾ കെട്ടിടം അന്തരീക്ഷത്തിൽ വെക്കാൻ പറ്റില്ലല്ലോ, ലാൻഡ് കൂടി ചേർന്നല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് എത്ര വാക്ക് ഞാൻ മാറ്റിയെന്നറിയാം. ഇപ്പോൾ മേലാൽ നിങ്ങൾ വസ്തു നികുതി എന്നേ പറയാവൂ. ഈ വാക്ക് നിർഭാഗ്യവശാൽ ജനപ്രതിനിധിക്കും അറിഞ്ഞൂടാ, ജീവനക്കാരനും അറിഞ്ഞൂടാ. ഈ വിവരദോഷികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ടാക്സ് കൊണ്ട് ശമ്പളം കൊടുക്കാൻ ഒരു നാണവും മാനവും നമുക്കില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ 31 കൊല്ലം സർവീസ് അനുഷ്ഠിച്ച് വിരമിച്ച എൻ്റെ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു പാട്ട ഒട്ടിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥൻ, ഡിവിഷൻ നമ്പർ 46 എന്നാണ്. ശരിയോ തെറ്റോ? തെറ്റി. ശരി വാക്ക് ഏതാണ്? അവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞെന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ പട്ടാമ്പിയല്ല, മലപ്പുറത്ത് പഠിപ്പിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പഠിച്ച ഒരാളുള്ളതാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ എല്ലാ കൗൺസിലർമാരും എല്ലാ ഉദ്യോഗസ്ഥരും പറയുന്നത് ഡിവിഷൻ എന്നല്ലേ. അത് സ്കൂളിലല്ലേ ഉണ്ടായിരുന്നു? ഡിവിഷൻ പാട് വരുമ്പോൾ ടീച്ചറുടെ പണി പോകും എന്നൊക്കെ പറയുന്നു. ഡിവിഷൻ. മാഡം, എഡ്രാക്കിൻ്റെ ആൾക്കാർ പോലും പറയുന്ന വാക്കെന്താണ്? കൊച്ചി നഗരസഭയിലെ 35 എന്നല്ലേ പറയുന്നത്? തെറ്റാണെന്ന് മാഡം പഠിപ്പിക്കണവരെ. അതിനാണ് എഡ്രാക്കിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് വെക്കണം. പഠിച്ചിട്ട് വേണം പറയാൻ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സ്ഥാനാർത്ഥിയാകാൻ പോകുമ്പോൾ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നോമിനേഷൻ ഇല്ലേ, അതിൽ നമ്പർ 1 വാർഡിൻ്റെ നമ്പർ, വാർഡിൻ്റെ പേര്,
എന്നല്ലേ? വാർഡ് സഭ, വാർഡ് കമ്മിറ്റി, ഇതല്ലേ വാക്ക്. പക്ഷെ പറയുന്നത് എല്ലാ മുന്നണികളുടെ നോട്ടീസും തെറ്റാണെന്ന്. LDF-ന്റെ UDF-ന്റെയും NDA-യുടെയും നിങ്ങൾ മത്സരിക്കുന്നുണ്ട്. നിങ്ങൾ ഒട്ടിക്കാൻ പോകുന്ന ബാനറും ബോർഡും ഞാൻ നോക്കും. മേലാൽ എന്ത് പറയരുത്? ഡിവിഷൻ അല്ല, വാർഡ്, ആ വാക്ക്. ഇനി അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായി. ഇനി ഗ്രാമസഭ, വാർഡ് സഭ, വാർഡ് കമ്മിറ്റി. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലുള്ള വോട്ടർമാരുടെ കൂട്ടായ്മയ്ക്കാണ് എന്ത് പറയുന്നത്? ഗ്രാമസഭ. ഈ ഗ്രാമസഭ ആദ്യമായി ഗ്രാമസഭയെ പ്രസവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണ്. 73-ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തുകൾക്കും 74-ാം ഭരണഘടനാ ഭേദഗതി നഗരസഭകൾക്കും. ആകെ എത്ര ലോക്കൽ ബോഡി ഉണ്ടെന്ന് അറിയാൻ എന്താ മാർഗം? 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 മുനിസിപ്പൽ കോർപ്പറേഷൻ. 941 പ്ലസ് 152 പ്ലസ് 14 പ്ലസ് 87 പ്ലസ് 6 = 1200. കഴിഞ്ഞ കൊല്ലം ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയുമായിരുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ഡേറ്റ് പഠിക്കുമല്ലോ 2025, അതിൻ്റെ മലയാളം എത്രയെന്ന് ചോദിക്കും. അപ്പോൾ ആരും പറയില്ല. അപ്പം ഞാൻ തന്നെ ബ്രിട്ടീഷുകാർ പോയിട്ട് നമുക്കിപ്പോഴും ഇംഗ്ലീഷാണല്ലോ. അപ്പം ഞാൻ തന്നെ പറയും 1200 എന്ന് പറയും. മലയാള വർഷവും 1200 ലോക്കൽ ബോഡിയുടെ എണ്ണവും 1000. ഇപ്പം എന്ത് പറ്റി? ഇപ്പം 1201 നമ്മുടെ മലയാള വർഷം. അതിൽ നിന്ന് 1 കുറച്ചാൽ ആകെ ലോക്കൽ ബോഡിയുടെ എണ്ണം കിട്ടും. മനസ്സിലായല്ലോ? ഇനി അപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഇത് ഗ്രാമസഭ. ബ്ലോക്കിനും ജില്ലയ്ക്കും ഗ്രാമസഭ ഇല്ല എന്ന മണ്ടത്തരം പറയരുത്. ബ്ലോക്കിലും ജില്ലയ്ക്കും ഏത് ആനുകൂല്യം കൊടുക്കണമെങ്കിലും ആ ബ്ലോക്കിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭ അംഗീകരിച്ചവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗ്രാമസഭ ആദ്യമായി ജനിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ 243 ആർട്ടിക്കിൾ. പുറത്തോളം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ആകെ എത്ര ആർട്ടിക്കിളുണ്ട്? ഇന്ത്യൻ ഭരണഘടന നിരന്തരം ചർച്ചയാണ്. SIR ചർച്ചയാണ്. ജമ്മു കാശ്മീരിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ നോക്കൂ. ഒരു സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശമായി താഴ്ന്നു പോയി. ഇത് ലോകത്തെവിടെയും കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സുപ്രീം കോടതി അന്തം വിട്ട് നിൽക്കുകയാണ്, ഒന്നും മിണ്ടല്ല. ഒരു സംസ്ഥാനത്തെ, നമ്മുടെ പേര് തന്നെയാണ് ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. നമുക്ക് പറ്റിയ കുഴപ്പം എന്താണ്? അമേരിക്ക, ആ വാക്ക് അവർ ഇംഗ്ലീഷിൽ മനോഹരമായിട്ട് പറഞ്ഞു. എന്താണെന്നറിയോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അത് സംസ്ഥാനങ്ങളുടെ ഐക്യമാണെന്ന് ആ പേരിൻ്റെ ബ്യൂട്ടി അതാണ്. ഇംഗ്ലണ്ട് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞപ്പോൾ യുണൈറ്റഡ് കിങ്ഡം എന്ന വാക്കിൽ ഐക്യമുണ്ട്. നമ്മൾ എന്ത് പറയണമായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, USA എന്ന് പറഞ്ഞതുപോലെ, UK എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് പറയണമായിരുന്നു? USA എന്ന് ഇന്ത്യയെ പറ്റി ഈ 3.5 കോടി ജനങ്ങളിൽ ഈ പാവം ഞാനല്ലാതെ ആരും പറയുന്നില്ല. USA എന്ന് പറഞ്ഞെങ്കിൽ കൊച്ചു കുട്ടികൾ പോലും അത് പഠിച്ചേനെ. അമ്മേ, അച്ഛ, ടീച്ചറെ, എന്താണ് USA? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന ഐക്യം, ആ ഫെഡറൽ സ്വഭാവം ആ പേരിൻ്റെ ബ്യൂട്ടിയായി നിലനിന്നതിന് അത് പറ്റില്ല. പോട്ടെ. അപ്പോൾ ഗ്രാമസഭ. ഇനി നഗരസഭ, വാർഡ് സഭ ആർക്കാണ്? വാർഡ് സഭ മുനിസിപ്പാലിറ്റികളിൽ ഓരോ വാർഡിലെയും വോട്ടർമാരുടെ കൂട്ടായ്മയെ നമ്മൾ പറയുന്നു വാർഡ് സഭ. മാഡത്തിൻ്റെ വീട് എത്രാം വാർഡാണ്? 44 ഡിവിഷനല്ലല്ലോ, വാർഡ്. കോർപ്പറേഷനല്ലേ? മാഡത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബാനർ വലിച്ചു കിട്ടും, 44 ഡിവിഷൻ്റെ വാർഡ് സഭ എന്നല്ലേ? ഉറപ്പല്ലേ? നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ? എല്ലാവരും കേട്ടല്ലോ. 44 ഡിവിഷൻ്റെ വാർഡ് സഭ. അതിൽ
ഒരു മണ്ടത്തരമല്ല, 2 മണ്ടത്തരം. നിങ്ങൾ ഓർത്ത് നോക്ക്, ഇത് ആർക്കും അറിയില്ലെന്നത്. വാർഡ് സഭ, മുനിസിപ്പൽ കോർപ്പറേഷന് വാർഡ് സഭ ഉണ്ടോ ഇല്ലയോ? ഒരാൾ കൊച്ചിൻ കോർപ്പറേഷൻ ഇവിടെ ഉണ്ട്. കൊച്ചി നല്ല കോർപ്പറേഷൻ നല്ല പറയേണ്ടത് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാണ് ശരിക്കുള്ള വാക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചുരുക്കി പറയാം, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. പക്ഷെ എഴുതുമ്പോൾ റെക്കോർഡിക്കലായിട്ട്, കാരണം ടൗൺ ഹാളിൻ്റെ മുമ്പിൽ മുനിസിപ്പൽ എന്ന് ചേർത്തിട്ടുണ്ട്, അതാണ് ശരി. കോർപ്പറേഷൻ, വേറൊരാൾ അവിടെ ഉണ്ട് കോർപ്പറേഷൻ. വേറെ കോർപ്പറേഷൻ ആരുണ്ട്? മുനിസിപ്പാലിറ്റി ആരുണ്ട്? ഏതാ മുനിസിപ്പാലിറ്റി? തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിക്ക് വാർഡ് സഭയാണോ വാർഡ് കമ്മിറ്റിയാണോ? ഗ്രാമസഭയല്ലെന്ന് അറിയാമല്ലോ, കാരണം നഗരസഭ ആയതുകൊണ്ട്. വാർഡ് സഭ വാർഡ് കമ്മിറ്റിയോ? തൃപ്പൂണിത്തുറയ്ക്ക് ഏതാണ്? 1 ലക്ഷം വരെ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിക്ക് വാർഡ് സഭ, 1 ലക്ഷത്തിൽ കവിഞ്ഞ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിക്ക് വാർഡ് കമ്മിറ്റി. എല്ലാ കോർപ്പറേഷനുകൾക്കും എന്തേ ഉള്ളൂ? ഗ്രാമസഭയില്ല, വാർഡ് സഭയില്ല, വാർഡ് കമ്മിറ്റി. എഡ്രാക്ക് പോലും ഇത് ചോദ്യം ചെയ്തിട്ടില്ല. മാഡത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ പോലും ഇങ്ങനെയല്ലേ ബാനർ കെട്ടുന്നത്? എന്താണ് 44-ാം വാർഡിലെ വാർഡ് കമ്മിറ്റി എന്ന് പറയുന്നതിന് പകരം 44-ാം ഡിവിഷനിലെ വാർഡ് സഭ എന്ന്. ഇടക്കൊച്ചിയിൽ അങ്ങനെ തന്നെയാണ്. ഇല്ല, ഇതാരും ചോദ്യം ചെയ്തിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് അറിയില്ല, ജനപ്രതിനിധിക്ക് അറിയില്ല. ഈ അറിവില്ലാത്തവർക്ക് നമ്മളിങ്ങനെ ശമ്പളം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക അല്ലേ? കോർപ്പറേഷനിലെ കഴിഞ്ഞ ആഴ്ചയും ഒരാളെ അല്ലേ, ആ ഡാഷ് 5 ലക്ഷമാണ് ചോദിച്ച കൈക്കൂലി. 5 ലക്ഷം. എല്ലാ ആഴ്ചയും ഓരോ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിടിക്കുന്ന. മാഡം എന്താ ചോദിക്കാൻ പോയി? വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ, ക്ലിയർ. അതായത് 1 ലക്ഷം വരെ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിക്ക് വാർഡ് സഭ. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഓരോ വാർഡിലും എന്താണ് ഗ്രാമസഭ. 1 ലക്ഷം വരെ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റിക്ക് എന്താണ്? വാർഡ് സഭ. എന്നാൽ 1 ലക്ഷം കവിഞ്ഞ ജനസംഖ്യയുള്ള മുനിസിപ്പൽ കോർപ്പറേഷന് ഗ്രാമസഭയല്ല, വാർഡ് സഭയല്ല, പിന്നെയോ വാർഡ് കമ്മിറ്റി. എന്താണ് ഒരു വ്യത്യാസം കൂടി രണ്ടും തമ്മിലുണ്ട്? എന്താ അത്? ഗ്രാമസഭയിൽ ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇലക്ഷനിൽ നിന്ന് ജയിച്ചല്ലേ മെമ്പറാകാൻ പറ്റുള്ളൂ. ഇലക്ഷൻ ഇല്ലാതെ, തെരഞ്ഞെടുപ്പില്ലാതെ, ജീപ്പും മൈക്കും ഒന്നുമില്ലാതെ അല്ലേ, മൈക്ക് വെച്ച് പാട്ട് കാട്ടിയിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു എന്ന് കേൾക്കാം ഇടയ്ക്കിടയ്ക്ക് 5 കൊല്ലം കൂടുമ്പോൾ. അപ്പോൾ വിചാരിച്ചോണം, തുരന്ന് എടുപ്പ് വരുന്നുണ്ട്. ജീപ്പൊക്കെ വെച്ച് പാട്ട് വെച്ച് നമ്മൾ പാടും അല്ലേ, എൻ്റെ എല്ലാം അല്ലേ ചേലത്ത ചെമ്പരുന്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പാടി വോട്ട് കിട്ടി ജയിച്ചു കഴിയുമ്പോൾ പാട്ട് മാറ്റി പാടും. ഇഷ്ടമല്ലടാ എനിക്ക് ഇഷ്ടമല്ലടാ. ഈ സൈസാണ് നമ്മുടെ ജനാധിപത്യം. അപ്പോൾ വാർഡ് സഭയുടെ നോക്കൂ, നമ്മൾ ഇത്രയും പേര് ഒരു ഇലക്ഷനും പോസ്റ്ററും ബാനറും ഒന്നുമില്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. എവിടെ? നമ്മളെല്ലാം ഗ്രാമസഭയിലെ MLA മാരും MP മാരുമായി ഇലക്ഷന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തൊരു സൗഭാഗ്യമാണിത്. അതാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ജനങ്ങളുടെ ഭരണം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണം എന്ന് പറഞ്ഞ ഇതാണ്. ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഒരു സംഭവം. അതായത് ജനകീയാസൂത്രണത്തിന് പ്രത്യേകത എന്താണ്? ജനകീയാസൂത്രണം വന്നപ്പോൾ ജനങ്ങൾക്ക് വലിയ റോള് ഭരണത്തിൽ കിട്ടി. നേരത്തെ എങ്ങനെയായിരുന്നു? ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് ഭരിക്കുന്ന ഒരു സംവിധാനത്തിനകത്തേക്ക് ഗ്രാമസഭയിലൂടെ, വാർഡ് സഭയിലൂടെ ജനങ്ങൾ നേരിട്ട് വന്ന് പങ്കെടുത്തു എന്നതാണ്. അങ്ങനെയാണ് ജനപ്രതിനിധികൾ, ജനങ്ങൾ, ജീവനക്കാർ. ജനങ്ങൾ, ജനപ്രതിനിധികൾ, ജീവനക്കാർ. അതാണ് ഇതിൻ്റെ സൗന്ദര്യം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വാർഡ് സഭ, അപ്പോൾ ഗ്രാമസഭയും വാർഡ് സഭയും എല്ലാവരും മെമ്പർമാരാണ്. പക്ഷേ മുനിസിപ്പൽ കോർപ്പറേഷനിൽ വാർഡ് കമ്മിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? വാർഡ് കമ്മിറ്റി റെപ്രസെൻറ്റേറ്റീവ് ബോഡിയാണ്. ഓരോ വാർഡിലെയും റെസിഡൻസ് അസോസിയേഷനുകളിൽ നിന്ന് നിർണയിക്കപ്പെട്ട പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഇത്ര പേർ. നിർണയിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ രാജേഷെ അറിയാലോ, നിർണയിക്കപ്പെട്ട എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം 1.5 കോടി മലയാളികൾ ആരും മനസ്സിലാക്കിയിരിക്കുന്നു? രാജേഷിനറിയാം.
എഡ്രാക്കിനോട് ഞാൻ പറയും, നിർണയിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ചട്ടങ്ങളാൽ നിർണയിക്കപ്പെട്ട. ഈ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് എത്ര പേരെ തിരഞ്ഞെടുക്കണമെന്നുള്ള റൂൾസ് 94 ശേഷം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എഡ്രാക്കിന് എന്താ പണി? ഏതെങ്കിലും ഒരു യോഗത്തിൽ ഈ ചട്ടം പുറപ്പെടുവിക്കണമെന്ന് രാജേഷ് പറയണ്ടേ? വേണ്ടേ? രാജേഷ് എന്താ ചോദ്യം ചെയ്യാൻ? ഉദ്യോഗസ്ഥനെന്നും പറഞ്ഞിരുന്ന പോരാ. ഇവരെ പറഞ്ഞു, യെസ് ചെയ്തിട്ടില്ല സുഹൃത്തുക്കൾ, 94 പോലെ ചെയ്തിട്ടില്ലെന്ന്. ഇതൊക്കെ എഡ്രാക്ക് വായിക്കുകയും പഠിക്കുകയും, വെറുതെ ഉദ്ഘാടനം നാടൻ ഒരിക്കലും ആശംസയും മാത്രം മതിയോ? അതുപോലെ പുസ്തകം വായിക്കണമെന്ന്, വായിച്ച് പഠിക്കണം. അപ്പം അങ്ങനെ നോക്കൂ, ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് നോക്കൂ, ഇന്ത്യയിൽ ലോക്സഭ, രാജ്യസഭ, സംസ്ഥാനത്ത് നിയമസഭ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമസഭ, വാർഡ് സഭ. എത്ര ബ്യൂട്ടിയാണ് നോക്ക്. നമ്മൾ ധരിച്ചേക്കുന്നത് ഈ പങ്കയും ഫാനും വെച്ച് പഞ്ചായത്ത് ഓഫീസിൽ ഇരുന്നിട്ടാണ് പണി നടത്തുന്നത്. അങ്ങനെയല്ല. അപ്പോൾ നിയമസഭയിൽ MLA ചെയ്യുന്ന ശരിക്ക് നമ്മൾ MLA അഭിനന്ദിക്കുന്നു, MLA തെറ്റിന് നമ്മൾ വിമർശിക്കുന്നു. പാർലമെന്റിൽ MP ചെയ്യുന്ന ശരി അഭിനന്ദിക്കുന്നു, തെറ്റിനെ വിമർശിക്കുന്നു. അങ്ങനെയെങ്കിൽ ഗ്രാമസഭയിലെ MPയും MLAയുമായ നമ്മൾ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ വിമർശനം ആർക്കാണ് വേണ്ടത്? തെറ്റുകാരാരാണ്? തെറ്റുകാരാരാണ്? ഒരാളെ തെറ്റു പറയാൻ പറ്റില്ല. കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ 3-ാം വകുപ്പ് പ്രകാരം 3 മാത്രം വായിച്ചാൽ മതി നിങ്ങൾ, ഫുൾ പെർസെൻറ്റേജ് ആയി. ആ 3 പ്രകാരം വായിച്ച് പഠിച്ച് ഭരണഘടനയിലുള്ള ഭേദഗതിയും ആക്ടിലുള്ള ഭേദഗതിയും ചട്ടങ്ങളിലുള്ള കാര്യങ്ങളും മാർഗരേഖയിലുള്ള കാര്യങ്ങളും സർക്കാരത്തിലുള്ള കാര്യങ്ങളും വായിച്ച് പഠിച്ച് നന്നായി ജനകീയമായ ഇടപെടൽ നടത്താൻ ബാധ്യസ്ഥരായ ആളുകളാണ് നമ്മൾ എന്ന ചിന്ത ഉണ്ടാകണം. MLAക്കും MPക്കും എതിരെ, ഒരുപക്ഷെ പഞ്ചായത്ത് മെമ്പർക്കും എതിരെ ഉയർന്ന വിമർശനങ്ങളെല്ലാം ഗ്രാമസഭയിലെ MPയും MLAയും എന്ന നിലയ്ക്ക് ഉത്തരവാദി അവരാരുമല്ല. എന്താ പറയാൻ മടി? നമ്മളാണ് അല്ലേ? എടോ, താൻ MP ആണെങ്കിൽ, താൻ MLA ആണെങ്കിൽ ഞാൻ MGS ആണോ? ഞാൻ MGS ആണോ? മെമ്പർ ഓഫ് ഗ്രാമസഭ. ഈ MP MLA എത്ര ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് എന്തെല്ലാം പരാക്രമങ്ങളായിട്ട് ജയിച്ചത്? നമ്മളോ? ഭരണഘടനാ ഭേദഗതി വന്നതോടുകൂടി, പഞ്ചായത്ത് രാജ് ആക്ട്, മുനിസിപ്പാലിറ്റി വന്നതോടുകൂടി നമ്മൾ ഒരു തിരഞ്ഞെടുപ്പും ഇല്ലാതെ തന്നെ നമ്മൾ മെമ്പർ ഓഫ് ഗ്രാമസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആ രീതിയിൽ ജനകീയമായ ധനാധിപത്യത്തിലേക്കും മതാധിപത്യത്തിലേക്കും മടങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തെ യഥാർത്ഥ ജനാധിപത്യമായി മടക്കിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം മറ്റാരിലുമല്ല, ഈ നിയമവും ചട്ടവും പഠിച്ച് പ്രവർത്തിക്കേണ്ട ആൾക്കാരാണ്. നമ്മുടെ ധാരണ എന്താണ്? ഒരു ചായക്കടക്കാരൻ ഒരു ചായ കൂട്ടുന്നതിന് മുമ്പ് നോക്കൂ, അയാൾ എന്തറിയണം? ലൈറ്റോ സ്ട്രോങ്ങോ, വെള്ളം കുറച്ചോ വെള്ളം കൂട്ടിയോ, വിത്തോ വിത്തൗട്ടോ, കട്ടനോ പൊട്ടനോ, അല്ലേ? ഇങ്ങനെ ഒരു 15 ചോദ്യം കഴിഞ്ഞിട്ട് വേണം ചായ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഏറ്റവും നിസ്സാരമായ പണി പോലും ചെയ്യാൻ. നമ്മുടെ ധാരണ എന്താണ്? ഡോക്ടറാണെങ്കിൽ MBBS പഠിക്കണം, എഞ്ചിനീയർ ആകാൻ BTech MTech പഠിക്കണം, പൊതുപ്രവർത്തകനാകാൻ ഒരു കിണ്ടിയും പഠിക്കണ്ട. ഇതല്ലേ നമ്മുടെ ചിന്താഗതി, ഇല്ലേ? അങ്ങനെ അല്ല, അതൊക്കെ മാറി. ഇല്ല രാജേഷ്? പഞ്ചായത്ത് ആക്ടും മുനിസിപ്പാലിറ്റി ആക്ടും പഠിക്കാതെ ഒരു സെക്രട്ടറിയോട് വർത്താനം പറയാൻ പറ്റില്ല നമുക്ക്. കരിയാവിൽ കോരി അണ്ണാക്കിൽ ഒഴിക്കാം, പക്ഷെ കരിയാവിൽ ഒഴിച്ചു വെച്ചാൽ അയാളുടെ അണ്ണാക്ക് പൊള്ളൂ എന്നുള്ളത് പ്രശ്നം തീരൂല. ശാരദാർത്ഥിക്ക് പെൻഷൻ കിട്ടിയോ? പെൻഷൻ കിട്ടണമെങ്കിൽ ഇത് പഠിച്ച് പ്രവർത്തിക്കാൻ പറ്റണം. ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ തലത്തിലേക്ക് ഉയരാൻ ജനകീയമായ ഒരു ഇച്ഛാശക്തി ഉള്ളവരായി മാറാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ കഴിയുമ്പോൾ മാത്രമേ, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എളുപ്പ വഴികളില്ല. നന്നായി പഠിക്കാനും പോരാടാനും തയ്യാറാവുക എന്നല്ലാതെ ഒരു എളുപ്പ വഴിയുമില്ല എന്ന കാര്യം നമ്മുടെ വിഷയത്തിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. ഇത് പൂർണ്ണമൊന്നുമല്ല. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ശ്രമിക്കാം
എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്നേഹ സല്ലാപം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.